ഗവിയുടെ സൗന്ദര്യം നുകരാനെത്തുന്ന വിനോദസഞ്ചാരികൾ ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ഗവിയിലേക്കുള്ള യാത്രയിലെ 5 ഡാമുകളിൽ ആദ്യ ഡാമായ മൂഴിയാറിൽ നിന്നും 11 kV ടവറിലൂടെ വൈദ്യുത ലൈനിലൂടെ ഏകദേശം 35 കിലോമീറ്റർ BSNLന്റെ നെറ്റ്വർക്ക് കേബിൾ സ്ഥാപിച്ചിട്ടാണ് പമ്പയിലേക്ക് വലിച്ചിട്ടാണ് ക്യാമറകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. മൂഴിയാർ ഗവി റൂട്ടിലാണല്ലോ എല്ലാ അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത്. വൻതുക ചെലവാക്കിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ലോകബാങ്ക്, കേന്ദ്ര ജലവിഭവ കമ്മീഷൻ എന്നിവരുടെ ഡ്രിപ്പ് ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറകൾക്ക് 5 വർഷത്തെ വാറണ്ടി അവകാശപ്പെടുന്നുണ്ട്. 32 GB ഡേറ്റ സൂക്ഷിക്കാനും 40 ദിവസത്തെ ഡേറ്റ ബാക്കപ്പ് ചെയ്യാനും കഴിയും. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് ക്യാമറയുടെ കരാർ നൽകിയിരിക്കുന്നത്. ക്യാമറ സ്ഥാപിച്ച ആദ്യ ദിവസം തന്നെ ആനത്തോട് അണക്കെട്ടിൻ്റെ മുൻപിലൂടെ രാത്രി പുലി നടന്നു പോകുന്ന ദൃശ്യം പതിഞ്ഞു. തൊട്ടടുത്ത ദിവസം പമ്പ ഡാമിൻ്റെ സമീപത്ത് ഉറങ്ങുകയായിരുന്ന നായയെ പുലി പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യവും ക്യാമറയിൽ പതിഞ്ഞു. ഈ ക്യാമറകൾ എണ്ണത്തിൽ പറഞ്ഞാൽ കക്കാട് പദ്ധതിയുടെ മൂഴിയാർ, ശബരിഗിരി പദ്ധതിയുടെ കക്കി, ആനത്തോട്, പമ്പ എന്നീ അണക്കെട്ടുകളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കക്കിയിൽ 11 ക്യാമറകളും മറ്റ് അണക്കെട്ടുകളിൽ 12 വീതം ക്യാമറകളുമാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അണക്കെട്ടുകളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔട്ട് പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള TVയിൽ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ 24 മണിക്കൂറും കാണാൻ കഴിയും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ക്യാമറകൾ സ്ഥാപിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അണക്കെട്ട് സുരക്ഷാ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിൽ കോട്ടയത്തിനടുത്ത് പള്ളത്തുള്ള കൺട്രോൾ ഓഫീസിലെ പ്രത്യേക വിഭാഗത്തിൻ്റെ കീഴിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ക്യാമറ സ്ഥാപിച്ച കാര്യം നമ്മൾ പറയുമ്പോൾ സുരക്ഷയാണല്ലോ അതിൽ പ്രധാനം. അടുത്ത കാലത്ത് വന്നൊരു വാർത്ത നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കുതിരാൻ ടണൽ, ഇരട്ട ടണൽ, തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിലുള്ള ദേശീയപാതയിലെ കുതിരാൻ ടണലിൽ കഴിഞ്ഞ ദിവസം കയറിയിറങ്ങിയ ടിപ്പർ ലോറി ഉണ്ടാക്കിയ നാശനഷ്ടം, അതിലെ വൈദ്യുത സംവിധാനങ്ങളും എല്ലാം തകർത്ത് എറിഞ്ഞ് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കി പോയ ടിപ്പർ ലോറിയെ പിടിക്കാൻ അന്വേഷണ സംഘം ആദ്യം ആശ്രയിക്കുക സ്വാഭാവികമായും ക്യാമറ സംവിധാനത്തെയാണ്. അപ്പോൾ കുതിരാനിലെ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ, ടണലിലെ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ക്യാമറയ്ക്ക് ഗുണനിലവാരമില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലാണ്. അപ്പോൾ സുരക്ഷാ മേഖലകളിൽ, അത് ടണലായാലും ഡാമായാലും പാലമായാലും, സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമായിട്ടുള്ളിടത്ത് ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ, വൻ തുക ചെലവാക്കി ഇതൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് സംശയം തോന്നാം. കുതിരാനിൽ കരാറുകാരൻ ഈ പറയുന്ന PWDയെ പറ്റിച്ചോ അതോ നാഷണൽ ഹൈവേ അതോറിറ്റിയെ പറ്റിച്ചോ? ഇപ്പോൾ KSEBയുടെ മേൽനോട്ടത്തിൽ ഗവിയിലേക്കുള്ള യാത്രയിലെ 5 ഡാമുകളിൽ 4 ഡാമുകളിലും ഈ സുരക്ഷാ ക്രമീകരണം ക്യാമറകൾ വെച്ചപ്പോൾ അത് ഗുണനിലവാരമുള്ളതാണെന്ന് നമുക്ക് കരുതാം, വിശ്വസിക്കാം. അല്ലെങ്കിലോ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്വേഷിക്കുന്നവർ പറയുകയാണ് ഇതിന് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും വൻതുക മുടക്കി ഇത് ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ അഴിമതി നടക്കാതിരിക്കട്ടെ, അഴിമതി ഉണ്ടോ? കുതിരാൻ വെച്ചിട്ടാണ് നമ്മളിത് ചോദിച്ചു പോകുന്നത്. ന്യായമായ ചോദ്യമാണ്, ജനങ്ങളുടെ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്.